ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതൊരു ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മളെ ബിഗ് ബോസിനെ കുറിച്ചതാണ്. കാരണം ഇപ്പോൾ കിട്ടിയ നമ്മളെ ഈ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ ജാസ്മിൻ ഭയങ്കരമായ രീതിയിൽ ജാസ്മിന് ഷൗട്ട് ചെയ്യുന്ന ഭയങ്കരമായ കരച്ചിലും ബഹളവും ആയിട്ട് ഇരിക്കുന്നു. ജിൻഡോ എന്ത് ചെന്ന് ചോദിക്കുമ്പോൾ നീ പോടാ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മൈക്കറി എന്ന് ജിൻഡോ പറയുന്നു. അങ്ങനെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഞാൻ ക്വിറ്റ് ചെയ്യുന്നു, ഞാൻ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മളെ ജാസ്മിൻ വിളിച്ചു പറയുകയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, കാരണം നമ്മളെ ഡോക്ടർ ഒ പി രാധാകൃഷ്ണൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മൈൻഡ് വെച്ച് കളിക്കുന്ന ഒരു ഷോയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഭയങ്കരമായ പ്രതിസന്ധിയിലേക്കാണ്. ഞാൻ ചോദിക്കട്ടെ, രണ്ട് കുട്ടികളെ ഗബ്രിയ ആയിരുന്നാലും ജാസ്മിനി ആയിരുന്നാലും ഒരുപാട് നമ്മളെ ഇപ്പോൾ കാണുന്ന ചില രംഗങ്ങളിലുണ്ട്. നമ്മൾ കുറച്ചൊക്കെ ഇവർ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ TRP കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. എന്നിരുന്നാൽ തന്നെ എല്ലാവരും കൂടി ഒരാളിനെ എടുത്ത് മാനസികമായിട്ട് പ്രയാസപ്പെടുത്തുന്ന രീതികളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലർക്ക് രസിക്കാൻ പറ്റും, പക്ഷെ ചിലർ കാണുമ്പോൾ അത് അങ്ങനെയാണ്. പക്ഷെ ഒരു കുട്ടിയുടെ മാനസിക വിഭ്രാന്തിയാണ്. കാരണം നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഒരുപാട് ലൈറ്റുകളും വെട്ടങ്ങളുമായിട്ട് നിൽക്കുന്ന വേറൊരു ലോകമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. നമ്മൾ പുറത്ത് നിൽക്കും പോലെ അല്ല, അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റുകളെല്ലാം മാറുകയാണ്. അതിൽ പോയിട്ട് വന്ന എല്ലാ മത്സരാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ഒരു ഇതും പിന്നീട് നമുക്ക് വർക്കൗട്ട് ആവുന്നില്ല എന്ന് തന്നെ പറയാം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. കാരണം അതിൻ്റെ ഓരോ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മൈൻഡ് സെറ്റൊക്കെ മാറിപ്പോയ ഇതാകാനാണ് സാധ്യത. അങ്ങനെ അവര് ആ ലോകത്തങ്ങ് കൂടുകയാണ്. അപ്പൊ കഴിഞ്ഞു കൂടുമ്പോൾ അവിടെ വരുന്ന ഓരോ പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധി ഘട്ടത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പുകഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഓരോരുത്തരുടെ പല സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരും പല വീട്ടിൽ നിന്ന് വരുന്ന പല ആൾക്കാരുടെ പല സ്വഭാവക്കാരുമാണ്. അവരെ കൂടെയൊക്കെ പിടിച്ചു നിന്ന് അങ്ങനെ സംസാരിച്ചും ഒറ്റപ്പെടലും ഒക്കെ അനുഭവപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉടനടി ഇത്രയും ഇതാക്കാത്ത രീതിയിൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു വല്ലാത്ത ഇതാണ്. ഇതൊക്കെ ഇപ്പോൾ കോടതി വരെയൊക്കെ ഇടപെട്ടിരിക്കുകയാണ്. കാരണം പല ഫിസിക്കൽ അസോൾട്ടൊക്കെ നടന്നതിന് കോടതി വരെ വിമർശനം നേരിട്ടിരിക്കുകയാണ് ബിഗ് ബോസിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഗഫ്രിയും ജാസ്മിനും എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ ശരിക്കും, കാരണം എല്ലാ വർഷവും ഇങ്ങനെ ഉള്ളതാണ്. ഏതെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ അങ്ങ് തീരെ തറ പറ്റിച്ചു വിടുന്ന ഒരു രംഗം ഉണ്ട്. സ്വാഭാവികമായിട്ട് അവർ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ കുട്ടിയുടെ ഈ പ്രവൃത്തികളും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യമൊക്കെ ആക്ടിങ് ആണ്. ഇതൊന്നും ആക്ടിങ് അല്ല. ശരിക്കും പറഞ്ഞാൽ ആക്ടിങ് അല്ല. നമുക്ക് ഒരു ആക്ടിങ് എന്ന് പറഞ്ഞ് കുറച്ച് സമയം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ കുട്ടി ഇന്നൊരു ഒരാഴ്ചയായി ഈ വൈൽഡ് കാർഡ് കയറിയതിൻ്റെ അന്ന് മുതൽ കുട്ടി ഭയങ്കരമായ പ്രയാസത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെയ്തിരിക്കുന്ന ഓരോ ദിവസം ഇങ്ങനെ വൈൽഡ് കാർഡ് കയറിയ ഓരോ ദിവസവും ഇതുങ്ങളെ കുത്തി നോവിച്ചു കൊണ്ടിരിക്കുന്ന രംഗങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മാനുഷികമായി ചെറിയ ഒരു പരിഗണന നിങ്ങൾ ഈ മത്സരാർത്ഥികൾ കയറിപ്പോയ മത്സരാർത്ഥികളും കൊടുക്കണമായിരുന്നു. കാരണം അത് ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥ നമ്മൾ മനസ്സിലാക്കി കാണണം വീടിനെ പെരുമാറാനുള്ളത്. കാരണം എനിക്ക് കണ്ടിട്ട് അത് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ മാനസികം വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് വീട്ടുകാരെയൊക്കെ കാണിച്ചു, വീട്ടുകാരും പറഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയതായി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വീട്ടുകാരെ കാണിച്ചപ്പോൾ, ഗബ്രിയുടെ വീട്ടുകാരെ കാണിച്ചപ്പോൾ ഒറ്റയ്ക്ക് കളി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന്റെ സമനില അങ്ങ് മാറിപ്പോയി. അപ്പൊ ഇവർക്ക് എന്തോ
ഒരിഷ്ടം, അത് എന്ത് ഇഷ്ടമാണെന്ന് അവർ തമ്മിൽ തിരുത്തി പറയുന്നതുമില്ല. എന്താണ് അവരുടെ ഇഷ്ടമാണെന്നൊന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഈ ബിഗ് ബോസിന്റെ ഈ ഷോ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞ അത് എനിക്ക് തോന്നുന്നു ഒരു 100% ശരിയായിട്ട് വരികയാണ്. കാരണം ഇത് ഭയങ്കരമായ ഒരു ഉഡായിപ്പ് ഷോ ആയിട്ട് തന്നെ വരികയാണ്. കാരണം ഒരാളിന്റെ മാനസിക പ്രയാസങ്ങളെ ഇതിന് ചിത്രീകരിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ, ഇത്രയും ബിഗ് ബോസ് ചരിത്രത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ 6 സീസണായി. ഈ 6 സീസണിലുള്ള ആരെങ്കിലും ഒരാൾ പ്രചാരത്തിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലാതെ കുറെ ആൾക്കാരുടെ പേരിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പക്ഷെ മറ്റുള്ളിടത്ത് എത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന്റെ മോഹങ്ങൾ പൂവണിയാൻ കഴിയാതെ പോകുന്നു. അതാണ് ഇത്. എന്തോ ഒരു ശാപം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അതിലുള്ള ആരും ഇപ്പൊ ഫസ്റ്റ് മാച്ച ഇത് സമ്മാനങ്ങൾ മാച്ച ആരെയും പിന്നെ കാണാൻ പോലും ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വളരെ 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 ഒരു കാരണം എനിക്ക് ആ പ്രൊമോ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വൈകാരികമായ ഒരു ഇത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവരെടുത്ത് കാണിച്ചു ഇവര് TRP കൂട്ടുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ഒരാളിനെ വൾഗറാക്കരുത്. ഒരു TRP കിട്ടാൻ വേണ്ടി ഇങ്ങനെ വൾഗറാക്കണമെന്ന് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ, ഞാനൊരു അച്ഛനാണ്. എനിക്കും എൻ്റെ മക്കളുണ്ട്. എനിക്കും എൻ്റെ മകളെ പ്രായം പോലും ഇല്ല എന്ന് ശരിക്കും പറഞ്ഞ ആ കുട്ടി 23 വയസ്സാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത് ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ വീണ്ടും ഇട്ട് ഇതാക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് കുറച്ചുകൂടിയൊക്കെ ഓരോരുത്തരെയും കരുണ കാണിക്കണം എന്ന് എനിക്കുണ്ട്. കാരണം നമ്മുടെ ഷോയൊക്കെ തന്നെ ഷോയിൽ കാണിക്കുക അതേപോലെ എത്രയോ TRP കൂട്ടാൻ വേണ്ടി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് കൊണ്ടുപോകുന്നത് അവര് 2 പേരാണ്. എന്റെ കണക്കൂട്ടൽ അവര് 2 പേര് തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞ ഓരോ ദിവസം ഓരോ കണ്ടന്റ് തരുന്നതും ഈ ഇത് കൊണ്ടുപോകുന്നതും അവരാണ്. അപ്പൊ അവരാണ് യഥാർത്ഥ കളിക്കാരും. യഥാർത്ഥത്തിൽ അവരിൽ ആണ് നിങ്ങൾ എന്തെങ്കിലും ഇല്ലാതെ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ നിങ്ങൾ അവരെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്നത്. എന്നിട്ട് അവര് മോശക്കാരെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പൊ അവർക്കൊരു വാണിംഗ് പോലും ഇല്ല. അവര് ഈ ക്യാഷ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് അവരാണ്. ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ ആൾക്കാർ കൂടുന്നുണ്ട്. ഇന്നിപ്പം ഈ പ്രൊമോ നിങ്ങൾ കാണിക്കുന്നു, നാളെ ആ സമയമാകുമ്പോൾ ആൾക്കാർ കണ്ണിലെണ്ണി ഒഴിച്ചിരുന്ന് കാണുന്നു. പക്ഷെ വേറൊരാളിനെ നിങ്ങൾ കാണിക്കുന്നില്ല. ഇവരെ വെച്ചിട്ട് വേറൊരാളിന് നേട്ടം ഉണ്ടാകുന്നു എന്ന് എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. നിങ്ങൾ കപ്പ് ആർക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ഇല്ല. എൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടപ്പോൾ ആ പ്രൊമോ ഒക്കെ കാണുമ്പോഴും പിന്നെ ഇന്നലെ ഞാൻ ഇത് ഇപ്പോഴത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു. ഈ എപ്പിസോഡിലൊക്കെ ആ കുട്ടി ഇവർ 2 പേരും നല്ലതുപോലെ നിങ്ങൾ ആ ക്യാമറ അവരെ ഇതിൽ ഫോക്കസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരങ്ങനെ വലുതായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് അവരാണ് ഈ ശരിക്കുള്ള കളിക്കാർ എന്നാണ്. പക്ഷെ അവർക്ക് സപ്പോർട്ട് കുറയുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗെയിം പ്ലാനുകൾ ശരിയാവുന്നില്ല. അതാണ് സംഭവം. പക്ഷെ നിങ്ങൾക്ക് TRP കിട്ടുന്നത് ഇവരെ കൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ജോലിയെടുക്കും, മറ്റുള്ളവർ സമ്മാനം അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചാവേറുകളെ ഈ ചില പണ്ടൊക്കെ ചാവേറുകളുണ്ടല്ലോ, ചാവേറുകളാക്കിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ 2 പേരെയും ബിഗ് ബോസ് ചാവേറാക്കിയിരിക്കുകയാണ് എന്നാണ് എന്റെ കണക്കൂട്ടലിൽ എനിക്ക് തോന്നിയത്. പക്ഷെ ഇതൊന്നും ഇങ്ങനെ എടുത്ത് കാണിക്കാതിരിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു മാന്യമായിട്ടുള്ള ഇതിൽ നോക്കുമ്പോൾ. എപ്പോഴും ഒരു മാനസികമായി വികൃതമാക്കുന്ന രീതികളിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യണം തോന്നി അങ്ങനെ ചെയ്തതാണ്. മാനസികമായിട്ടും ഒരാളിനെ പിരിമുറുക്കം നടത്തുമ്പോൾ
ഇതിന് ഈ സംഘടനകളൊക്കെ ഇടപെടും എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കാണുന്ന പ്രേക്ഷകർ മാത്രമല്ല, ഇത് കാണുന്ന വേറെ കാണാത്ത ജനങ്ങളും കൂടി ഉണ്ടാവും, മറ്റുള്ള ഈ സാമൂഹികമായി ചിന്തിക്കുന്നവര്. അവരൊക്കെ ഇങ്ങനെയുള്ള ഇതിന് എതിര് അഭിപ്രായമുള്ളവരും കാണും. ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും ഇതൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്ക് വളരെ ഒരു പ്രയാസം തോന്നി, അത്ര തന്നെ, വേറൊന്നുമില്ല. പിന്നെ ഇവരുടെ ഈ കളി എന്ന് പറയുന്ന നിങ്ങളെ കളി അവരുടെ അതിൻ്റെതായ അത് മതിയാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നമുക്കിവിടെ ഒന്നും പറയാൻ പറ്റില്ല. എന്ത് തന്നെയായിരുന്നാലും ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക് യു എന്ന് വെച്ച് നിങ്ങൾ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എൻ്റെ വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഉഡായിപ്പ് ഷോ തന്നെ എന്ന് ഡോക്ടർ ഒ.വി. രാധാകൃഷ്ണൻ പറഞ്ഞത് 100% സത്യമായി കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം നമ്മൾ കാണുമ്പോൾ അത് സത്യമാണ്, അത് പച്ചയായ സത്യം തന്നെയായി. താങ്ക് യു വെരി മച്ച്.